ശബരിമലയിൽ കൊള്ള നടത്തിയത് CPM കോൺഗ്രസ് കുറുവാ സംഘമാണെന്നാരോപിച്ച് ഏറ്റുമാനൂരിൽ BJPയുടെ പ്രതിഷേധം. ദേവസ്വം മന്ത്രി VN വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്കാണ് BJP കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിന് മുന്നിൽ പ്രകടനമായി എത്തിയ പ്രതിഷേധകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ സ്വത്തുവിവരം പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ടെന്നും ബന്ധുക്കൾ അടക്കമുള്ളവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. നിയമസഭയ്ക്കുള്ളിലെ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ ഒരു പ്രഹസനം മാത്രമാണ്. ഇങ്ങനെയാണോ ഒരു നല്ല സമരം നടത്തേണ്ടത്? അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഈ പറയുന്ന കാലഘട്ടത്തിൽ എൻ്റെ അപ്പനൊന്ന് UDFന്റെ MLA ആണ്. അദ്ദേഹം 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ചോദിച്ചപ്പോഴാണ് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ്. അന്ന് UDFന്റെ ഒരു MLA ആയ PC ജോർജിന് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെന്റ് ലഭിക്കണമെങ്കിൽ അവരുടെ 3 മുഖ്യമന്ത്രിമാർ പാർട്ടി വിട്ടത് രാഹുൽ ഗാന്ധിയെ കാണാൻ അപ്പോയിൻമെന്റ് കിട്ടാത്തതുകൊണ്ടാണ്. 3 മുഖ്യമന്ത്രിമാരെ അപ്പോയിൻമെന്റ് വിളിച്ചു വരുത്തിയിട്ട് അവരെ അവമാനിച്ചുകൊണ്ടാണ് 3 മുഖ്യമന്ത്രിമാർ അവരുടെ പാർട്ടി വിട്ടത്. അങ്ങനെയുള്ള സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇത്ര നല്ല ആക്സസിൽ കയറി കാണാൻ പോറ്റിക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇവർ കൂട്ടുപ്രതികളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു സംശയമില്ല. അത് സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് അന്വേഷണം പോകണം. EDയുടെ റെയ്ഡ് നടക്കുമ്പോൾ EDയുടെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ നടക്കട്ടെ. സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കട്ടെ. ഒരു സംശയം വേണ്ട. ഇത് നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിലേക്ക് എത്തും. കാരണം നമ്മളൊന്നും കരുതുന്നതല്ല ആൻറ്റിക് ബിസിനസ്സും അതുപോലെ ടെമ്പിൾ ഓർണമെന്റ്സ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്ത ഏതൊക്കെ അമ്പലങ്ങളിൽ നിന്നും ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നും കാണാതെ പോയിട്ടുണ്ട് എന്ന് സമഗ്രമായ അന്വേഷണത്തോട് മാത്രമേ പുറത്തു വരൂ. ഈ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ബോധ്യമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായ അന്വേഷണം കേരളത്തിൽ നടക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.